എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2026 ഏപ്രിൽ മാസം തുലാക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. ചിത്തിര രണ്ടാമത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. എല്ലാവർക്കും തുലാക്കൂറിൽപ്പെട്ട എല്ലാവർക്കും അറിയുന്നത് പോലെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 6.5 വർഷമായിട്ട് 6 വർഷവും കുറച്ച് മാസങ്ങളുമായിട്ട് തന്നെ വളരെ മോശം അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാശിയാണ്. 2020 കോവിഡ് സമയം മുതൽക്ക് ആരംഭിച്ച ശനിയുടെ ദോഷങ്ങൾ, കണ്ടകശനി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 2020 മുതൽ ആരംഭം മുതൽക്ക് തന്നെ കണ്ടകശനി, 20 മുതൽ 23 വരെ മാതാവിന് അരിഷ്ടതകൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ 2 വർഷത്തേക്ക് നമ്മൾ ആ ഒരു അത്രയും രൂക്ഷമായിട്ട് അത് ശ്രദ്ധിച്ച് കാണുള്ള സമയം. എങ്കിൽ തന്നെ അതൊക്കെ ഒരു വലിയ സമയം തന്നെയാണ്. അമ്മയ്ക്ക് അരിഷ്ടതകൾ ഉണ്ടാകുന്ന ഒരു സമയത്തിലൂടെ 2020 മുതൽ 23 വരെ. പിന്നീട് മനസ്ഥാനത്തേക്ക് ശനി വരുന്നു. കണ്ടകഭാവത്തിലേക്ക് വന്ന് മാതൃദുരിതം ചെയ്ത ശനി 2023 ആദ്യം തന്നെ മനസ്ഥാനത്തിലേക്ക് വരുന്നു. മനസ്സിന് കുഴപ്പമുണ്ടാക്കുന്ന അവസ്ഥകളിലേക്ക് വരുന്നു. ആ ദോഷം ഇപ്പോഴും ഈ മാർച്ച് മാസത്തിലാണ് ഈ രാശിക്കാർക്ക് മാറിയത് പൂർണ്ണമായിട്ടും. അപ്പോൾ 2023 ആദ്യം തന്നെ മനസ്ഥാനത്തിലേക്ക് വന്ന ശനി മനസ്സിനെ ദോഷകരമായിട്ടുള്ള അവസ്ഥയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അന്തർധാരയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് 23 മുതൽക്കുള്ളത്. 2024 ഏപ്രിൽ വ്യാഴം പിഴയ്ക്കുമ്പോൾ, 2024 ഏപ്രിൽ മാസത്തോടുകൂടി വ്യാഴം അഷ്ടമത്തിലേക്ക് പിഴയ്ക്കുമ്പോൾ തുലാം രാശിക്കാരുടെ അടിപതർന്നൊരവസ്ഥ ജീവിതത്തിലുണ്ടാകും. ഇവർക്ക് ഈ അടുത്ത കാലത്ത് അടുത്തൊരു 10-15 വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്തൊരു ഉലച്ചിൽ ജീവിതത്തിലുണ്ടായി കാണാം. 2024 ഏപ്രിലോടുകൂടി മനസ്സിൻ്റെ ഒരു സാന്നിധ്യം കുറയുന്നൊരവസ്ഥ, മനസ്സ് കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ, എന്തെങ്കിലും തരത്തിലുള്ള ഭയം, തൊഴിൽപരമായോ സാമ്പത്തികമായോ കുടുംബപരമായോ ആരോഗ്യപരമായിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ വരെ വേട്ടയാടി ഒരു മനസ്സ് കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ, ഡിപ്രഷനോ ആൻസൈറ്റിയോ ഒക്കെ ഉണ്ടാവുക, മനസ്സിൻ്റെ അസുഖങ്ങൾക്ക് മരുന്നുകൾ കഴിക്കേണ്ടി വരിക, കൗൺസിലിംഗ് എടുക്കേണ്ടി വരിക മുതലായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നൊരവസ്ഥ 2024 മുതൽക്ക് ഇവർക്ക് ഈ വർഷം മാർച്ച് മാസം 11-ാം തീയതി വരെ ഉണ്ടായി കാണാം. അതിൻ്റെ രൂക്ഷഘട്ടം 24 ഏപ്രിൽ മുതൽ 25 മെയ് വരെയുള്ള ഒരു വർഷക്കാലമാണ് അതിൻ്റെ രൂക്ഷമായ ഘട്ടം. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിൻവാങ്ങൽ ലക്ഷണം പോലെ, ഒരു ഹാങ് ഓവർ പോലെ ഇപ്പോഴും കിടക്കുന്നുണ്ടാവും പല ആൾക്കാർക്കൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ. ചാരവശാലും മോശം അവസ്ഥയിലൂടെ ദശാപഹാരങ്ങൾ മോശമായവർക്കൊക്കെ ഇപ്പോഴും അതിൻ്റെ അവസ്ഥകൾ ഉണ്ടായി കാണാം. അപ്പോൾ അതാണ് പൊതുവിലുള്ള ഇവരുടെ അവസ്ഥ. കഴിഞ്ഞൊരു 6.5 വർഷത്തോളമായിട്ട് ഇവരുടെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെയാണ്. അപ്പോൾ സമയം നല്ലതായിരുന്നു, കാലദോഷം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. എന്നിരുന്നാൽ തന്നെ കഴിഞ്ഞ വർഷം 2025 മെയ്യോടുകൂടി ഏപ്രിൽ മാസം ആദ്യത്തോടുകൂടി ശനിദോഷം അവസാനിക്കുന്നു. കണ്ടകശനിയും അഞ്ചിലെ ശനിയൊക്കെ അവസാനിച്ച് ശനി 6ലേക്ക് മാറുന്നു. വ്യാഴം മെയ് മാസം പകുതിയോടെ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. പക്ഷേ ഈ ഫലങ്ങൾക്ക് സ്ഥിരതയില്ല. 6ലെ ശനിയും ഭാഗ്യത്തിലെ വ്യാഴവും വലിയൊരു സമയമാണ്. ആ സമയത്തിൻ്റെ ഒരു സ്ഥിരതയും ഇവർക്ക് കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ഫലം വരണമെങ്കിൽ ഒരു ചുരുങ്ങിയത് 3 മാസം ആ രാശിയിൽ അത് നിൽക്കണം. ഈ ഗ്രഹങ്ങൾ അത് രണ്ടും നിൽക്കുന്നില്ല. കാരണം ജൂലൈ മാസം 13 ശനി വക്രത്തിൽ പോകുമ്പോൾ വീണ്ടും 5ലെ ശനിയാണ്. മനസ്സിന് പിന്നെയും പ്രശ്നങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ജൂലൈ പകുതി മുതൽക്ക് ഈ ഫലങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൂടി ജൂലൈ 13 മുതൽക്ക് നവംബർ അവസാനം വരെ വീണ്ടും മനസ്സിന് പ്രശ്നങ്ങളും പേടിയും ടെൻഷനും ഒക്കെയാണ്. മനസ്സിന് പ്രശ്നം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും ഈ നവംബർ മാസം അവസാനിക്കുമ്പോൾ ശനി വക്രം തീർന്ന് നേർഗതിയിൽ 6 വരുന്നുണ്ട്. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ വ്യാഴവും വക്രത്തിൽ പോകുന്നു. അപ്പോൾ വീണ്ടും അഷ്ടമ വ്യാഴത്തിൻ്റെ ദോഷങ്ങളാണ്. ഭാഗ്യത്തേക്കുന്ന വ്യാഴം വക്രം ചെയ്ത അഷ്ടമ വ്യാഴത്തിൻ്റെ ദോഷമാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. ആ ദോഷം ഈ മാർച്ച് വരെ നിന്നു. അപ്പോൾ അങ്ങനെയായിട്ട് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് ഇവർ പോകുന്നത്, കുറച്ചും വർഷങ്ങളായിട്ട് തന്നെ. അപ്പോൾ അതിനൊക്കെ പൂർണ്ണമായ, ഞാൻ വളരെ വ്യക്തമായിട്ടൊന്നും ആവർത്തിച്ച് പറയുന്നത്, പൂർണ്ണമായ പല ആൾക്കാരും തുലാം രാശിയിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നവരോടൊക്കെ ഉണ്ട്. അവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഇത്രയും വർഷത്തെ ഒരു പ്രശ്നത്തിലൂടെ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരാൾക്കാരാണ് നിങ്ങൾ. അതിന് ഏറ്റക്കുറച്ചിലുള്ളവർ ആ ദിവസം തന്നെ, ഇപ്പോൾ മാർച്ച് മാസം 15 എന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ എല്ലാവർക്കും മാറ്റങ്ങൾ വരണമെന്ന് ഇല്ല. അവരുടെ ജാതകത്തിലെ ദശാപഹാരങ്ങളും വ്യാഴത്തിൻ്റെയും ശനിയുടെയും ബലം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരും. ചിലർക്കൊരു കുറച്ച് ദിവസം നേരത്തെ, ചിലർക്ക് കുറച്ച് ദിവസം വൈകി, ചിലർക്കൊരു മാസം വരെ എത്തിയേക്കാം. അങ്ങനെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളുടെ എത്ര തന്നെ ദശാപഹാരങ്ങൾ കടുത്ത ദോഷം നടക്കുന്നവർക്ക് പോലും ഏപ്രിൽ 3-ാമത്തെ ആഴ്ചയിൽ അതിൻ്റെ ഗുണങ്ങൾ അവർക്ക് പോലും കിട്ടും. അത്രയും നല്ല സമയത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവർ ഈ പരീക്ഷണഘട്ടങ്ങൾ പൂർണ്ണമായി അവസാനിക്കുകയാണ് ഇവരുടെ. എന്ന് മാത്രമല്ല, ഇനി ഒരു 2 വർഷവും കുറച്ച് മാസങ്ങളും ഇവരെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് ഇത്. 2 വർഷവും കുറച്ച് മാസങ്ങളും. അതിൽ തന്നെ ഏറ്റവും നല്ലൊരു 2-2.5 മാസത്തിലേക്കാണ് ഇവരിപ്പോൾ ഏപ്രിലോടെ കാൽ വയ്ക്കുന്നത്. അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ മറ്റ് ഗ്രഹസ്ഥിതി പ്രകാരമാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. മറ്റു 2 കാര്യങ്ങൾ കൂടി. ഈ മാസം ഏപ്രിൽ മാസം 2-ന് ഇവരുടെ രാശിയുടെ 6ൽ നിൽക്കുന്ന 5ൽ നിൽക്കുന്ന ചൊവ്വ, മനസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ 2-ന് ഇവരുടെ 6ാം രാശിയിലേക്ക് മാറുന്നു. നല്ല മാറ്റമാണ്. അപ്പോൾ ചൊവ്വയുടെ മാറ്റത്തോടുകൂടി പല ആൾക്കാർക്കും ദശാപഹാരങ്ങൾക്ക് ബലമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ ഏപ്രിൽ 2 വരെ ചില ബുദ്ധിമുട്ടുകൾ മനസ്സിന് കണ്ടേക്കാം, ആശങ്കകളൊക്കെ. അതൊക്കെ മാറി ഏപ്രിൽ 2-ന് മാറാനുള്ള
ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ആ ഏപ്രിൽ 2 ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നവരും ഒരുപാട് ടെൻഷൻ അനുഭവിക്കും. തൊഴിൽപരമായിട്ടും ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഈ ലോകത്തിൻ്റെ ഈ ടെൻഷനുള്ള സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് വരുമ്പോൾ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഏപ്രിൽ 2 ക്രമാനുഗതമായി ആരംഭിച്ച് ഏപ്രിൽ മാസം 21 അത്തരം ടെൻഷനുകൾക്കൊക്കെ മാറി ഒരു അനുകൂല സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നതായിട്ടും ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ കാലസർപ്പയോഗം ഏപ്രിൽ മാസം 15 മുതൽക്ക് ഏപ്രിൽ 26 വരെ കാലസർപ്പയോഗം സംഭവിക്കുന്നു. ബുധൻ്റെ രാശിമാറ്റത്തോടുകൂടി ഏപ്രിൽ 15 ബുധൻ രാശി മാറി കഴിഞ്ഞാൽ പിന്നെ കുംഭം രാശിയിൽ നിൽക്കുന്ന രാഹുവിനും ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന കേതുവിനും ഇടയ്ക്കാണ് എല്ലാ ഗ്രഹങ്ങളും വരുന്നത്. അതിന് കാലസർപ്പയോഗം എന്ന് പറയുന്നു. പല അനിഷ്ടഫലങ്ങളൊക്കെ വന്നിരിക്കാം. ദോഷഫലങ്ങളുള്ള രാശിക്കാർക്ക്, തുലാം രാശിക്കാർക്കൊന്നും ബാധകമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടുള്ള ടെൻഷൻ നിറഞ്ഞ അവസ്ഥകളൊക്കെ മാറി അനുകൂലമായ സാഹചര്യങ്ങൾ ഏപ്രിൽ മാസം ആദ്യം മുതൽക്ക് ക്രമേണ സംഭവിച്ച് അവസാനത്തോടുകൂടി കുറച്ച് കാലസർപ്പയോഗമുള്ള സമയത്ത് രൂക്ഷമാവാം എങ്കിൽ പോലും ഏപ്രിൽ അവസാന ആഴ്ചകളോടുകൂടി തന്നെ അതിനൊരു പര്യവസാനം ഉണ്ടാകുന്നതായിട്ടും അനുകൂല അവസ്ഥകൾ ഉണ്ടാകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ മാസത്തെ ഗ്രഹനില വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം. സൂര്യൻ 6-ലൂടെയും 7-ലൂടെയും സഞ്ചരിക്കുന്ന പൊതുവിൽ നല്ല ഫലങ്ങൾ, പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത്. ശത്രുരാശിയിൽ നിൽക്കുന്ന സൂര്യൻ, ഭാവനായ സൂര്യൻ നല്ല ഫലങ്ങൾ നൽകും. ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നത്, ഇവരുടെ രാശിയുടെ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ രാശിയുടെ 7-ൽ മാസത്തിൻ്റെ 3-1 7-ലും പിന്നീട് അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. രണ്ടും വളരെ നല്ലത് തന്നെയാണ്. ബന്ധങ്ങളിൽ ഊഷ്മളത വർദ്ധിക്കും. പ്രണയബന്ധങ്ങളിലും വിവാഹ ബന്ധങ്ങളിലൊക്കെ ഊഷ്മളത വർദ്ധിക്കുകയും പങ്കാളികൾ തമ്മിലുള്ള ആത്മബന്ധം ദൃഢമാവുന്നതും ഗാഠമാവുന്നതിൻ്റെയും സൂചനകൾ, തന്മൂലമുണ്ടാകുന്ന ആനന്ദം, ആത്മസന്തോഷമൊക്കെ ഇതിൽ പറയേണ്ടതായിട്ടുണ്ട്. വിശേഷപ്പെട്ട സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുക, വിശേഷപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇടവരിക, വിശേഷപ്പെട്ട രീതിയിലുള്ള വസ്ത്രാഭരണ ലാഭമൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. ചൊവ്വ 6-ൽ നിൽക്കുന്നത്, ഈ മാസം ആദ്യം തന്നെ 2-ാം തീയതി തന്നെ ചൊവ്വ 6-ലേക്ക് മാറുന്നു. ഋണരോഗ ശത്രുസ്ഥാനത്ത് പാപനായിട്ടുള്ള ചൊവ്വ വരുന്നത് പല രീതിയിലുള്ള നല്ല അനുഭവങ്ങൾ, പല അത്ഭുതപ്പെട്ടത് പല കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട് 6-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടിട്ട്. അതുപോലെ തന്നെ ബുധൻ പോലും 6-ാം രാശിയിൽ നിൽക്കുന്ന ബുധനും അനുകൂല ഫലങ്ങൾ നൽകുന്നൊരു അവസ്ഥയാണ് ഈ മാസം കാണുന്നത്. ഇവരുടെ വളർച്ചയ്ക്കും വിജയത്തിനും വേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ബുധൻ നൽകുന്നുണ്ട്. 5-ൽ നിൽക്കുന്ന രാഹു മാത്രമാണ് ഇവരെ സംബന്ധിച്ചൊരു മോശം ഗ്രഹസ്ഥ എന്ന് പറയുന്നത്. അത് കുറച്ച് കാര്യങ്ങൾ വളരെ സ്ലോ ആക്കിയേക്കാം. പക്ഷേ 9-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ശുഭവീക്ഷണം കൊണ്ട് അത്തരം ദോഷങ്ങൾ വളരെ നാമമാത്രമായിട്ടിരിക്കുകയും ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ദോഷവും ഇല്ലെന്ന് തന്നെ പറയാം. അത് നാമമാത്രമാണ്. കേതു ഇവരുടെ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തികമായി വളരെ നേട്ടം, മഹാധനികത്വമൊക്കെ പറയും. ജാതകത്തിൽ കേതു പതിനിരിക്കുന്ന വ്യക്തികൾക്ക് മഹാധനികത്വം പോലെയൊക്കെ പറയുന്നൊരു ആരോപിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയൊരു കേതുവിൻ്റെ അവസ്ഥകൾ വളരെ നന്നായിട്ട് കാണുന്നുണ്ട്. ഈ മാസം പലപ്പോഴും ഏപ്രിൽ മാസം പലപ്പോഴും വലിയ ധനം തേടി വരാനുള്ള യോഗം കാണുന്നുണ്ട്. ലോട്ടറി എടുക്കുന്നവർക്ക് എടുക്കാം. തുലാം രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചിത്തിരയാണ്. 9 എന്ന അക്കം അടങ്ങിയിട്ടുള്ള നമ്പറാണ് ഭാഗ്യ നമ്പർ. അതുപോലെ തന്നെ ചൊവ്വാഴ്ചയാണ് ഭാഗ്യ ദിവസം. ചോതി വെള്ളിയാഴ്ചയാണ് ഭാഗ്യ ദിവസം. 4 ഭാഗ്യ നമ്പർ. വിശാഖം 3 ഭാഗ്യ നമ്പർ. വ്യാഴാഴ്ചയാണ് ഭാഗ്യ ദിവസം. ഇത്തരം ദിവസങ്ങളിൽ ലോട്ടറി മുതലായിട്ടുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്നതും ഈ നമ്പറിൽ ഉൾപ്പെട്ടുള്ള ടിക്കറ്റുകൾ എടുക്കുന്നതും, അല്ലെങ്കിൽ ഇത്തരം നമ്പറിൽ കൂടുതലായി ഉൾപ്പെട്ടിട്ടുള്ള ടിക്കറ്റുകൾ എടുക്കുകയോ അത് പരസ്പരം കൂട്ടുമ്പോൾ ഈ നമ്പറിൽ വരിക. ഉദാഹരണം, പരസ്പരം ഒരു ടിക്കറ്റ് കൂട്ടുമ്പോൾ 22 വന്നിരിക്കുക, 2+2 4. അപ്പോൾ അങ്ങനെയുള്ള അത് ചോദിക്കാർക്ക് 4 പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള പരസ്പരം കൂട്ടുമ്പോൾ ഈ ഭാഗ്യ നമ്പർ വരുന്നത്, ഭാഗ്യ നമ്പർ പരസ്പരം പരമാവധി ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് ടിക്കറ്റൊക്കെ എടുക്കുന്ന നന്നായിരിക്കും. നിങ്ങൾക്ക് ജാതകത്തിലൊരു ലോട്ടറി യോഗം ഉണ്ടെങ്കിൽ അത് ഈ ജൂൺ മാസം 1 മുമ്പ് നിങ്ങളുടെ ജാതകത്തിൽ അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഫലത്തിൽ വന്നിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കേതു വളരെയധികം സാമ്പത്തികമായ നേട്ടം ഈ മാസം പലപ്പോഴായിട്ട് ഇങ്ങനെ നേട്ടം വരുന്നതിൽ കാണിക്കുന്നുണ്ട്. ശനി ഇവരുടെ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്, ഇവർ എന്ത് തന്നെ ആയിരുന്നാലും ഇവരുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ, ഇവർ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ നിന്ന് അനുഭവങ്ങളിൽ നല്ല പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് പിഴച്ചത്, എന്തൊക്കെയാണ് തെറ്റുപറ്റിയത്, പ്രത്യേകിച്ച് 2025 വർഷത്തിലാണ് കൂടുതൽ അങ്ങനെയുള്ള പാഠങ്ങൾ നമുക്ക് കിട്ടുന്നത്. എവിടെയാണ് തെറ്റിയത്, നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ യഥാർത്ഥ മുഖം എന്തായിരുന്നു, നമുക്കൊരു തെറ്റ് വന്നപ്പോൾ ആരൊക്കെ കൂടെ നിന്നു, നമുക്കൊരു പതർച്ച വന്നപ്പോൾ ആരൊക്കെയാണ് താങ്ങിയത്, അങ്ങനെയൊക്കെയുള്ള ഒരു ഉൾക്കാഴ്ചയെല്ലാം വന്നു. അവനവൻ്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ച് വിജയിക്കാനുള്ള എല്ലാ ലക്ഷ്യങ്ങളും ഒരുക്കി കാത്തിരിക്കുന്ന ഒരാൾക്കാരാണ്. അവരുടെ മനസ്സിലായ ദീർഘകാല ലക്ഷ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതാണ് ശനി വരുത്തിയിരിക്കുന്ന മാറ്റമാണത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇത്തരം ഈ സന്തോഷം നിറഞ്ഞ അവസ്ഥകളൊക്കെ ചുറ്റുമുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന്
വ്യതിചലിക്കാതെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ ശനിക്ക് ഈ മാസം വേണ്ടി നിങ്ങൾ കഴിയും. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ വിജയിക്കുന്നതായി കാണുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉറച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം എന്താ പറയുക, ഈ സമയം ഒരു സുവർണ്ണകാലമാക്കി മാറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഭാഗ്യം പരീക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാസമായിട്ട് എടുത്തു പറയാം. ഒരു കാര്യം, നിങ്ങളുടെ ജാതകത്തിലുള്ള ദശാപഹാരങ്ങളുടെ ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ മൂന്നാമത്തെ ആഴ്ച ഫലങ്ങൾ കിട്ടും. പക്ഷേ അത്തരം ദോഷങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അതൊക്കെ മാറ്റിയെടുക്കേണ്ടത്, ജാതക പരിശോധന നടത്തി മാറ്റിയെടുക്കേണ്ടതും പരിഹാരം ചെയ്യേണ്ടതൊക്കെ വളരെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പൊതുവിൽ പറയുകയാണെങ്കിൽ ഇതൊരു വളരെ വളരെ നല്ലൊരു മാസമായിട്ട് തന്നെ പറയണം ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ഒരു സ്വർണത്തിൻ്റെ ഒരു നിറത്തോടു കൂടിയാണ് ഈ വിഷു കടന്നു വരുന്നത്. എവിടെയും ഒരു ഭാഗ്യത്തിൻ്റെ ഒരു സ്വർണ്ണമയം തന്നെ ഈ രാശിക്കാർ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഫലം വൈകിയ ആൾക്കാരൊന്നും വിഷമിക്കരുത്. പല ഏറ്റക്കുറച്ചിലുകൾ വരാം. ഓരോ ജാതകങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് അനുഭവത്തിൽ വരുന്നത്. മാർച്ച് 11 മുതൽ ആ ഫലം ആരംഭിക്കുന്നത്. അത് ഓരോരുത്തർക്കും ഫലത്തിൽ വന്ന ഒരുപാട് പേരുണ്ട്, വരാത്തവരുണ്ട്, ജസ്റ്റ് വന്നു തുടങ്ങിയ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരാം. അതിലൊന്നും വിഷമിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും മാറ്റങ്ങൾ വന്നിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് പോസിറ്റീവായ ഡയറക്ഷനിൽ മാത്രമേ എല്ലാ കാര്യവും പോകുള്ളൂ. നെഗറ്റീവായിട്ട് ഒന്നും തന്നെ പോവില്ല. നിങ്ങൾ ശ്രമിച്ചാൽ കൂടാതെ നെഗറ്റീവ് ആവില്ല. എല്ലാം പോസിറ്റീവായിട്ട് തന്നെ വരും. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സുമൊക്കെ നന്നായി പാകപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് വരവേൽക്കാൻ വേണ്ടി അങ്ങനെ ആക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞകാല കുഴപ്പങ്ങളുടെ എല്ലാം ലക്ഷ്യം. നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ ഒരു നല്ല സമയത്തിലേക്ക് പരുവപ്പെടുത്തി എടുക്കുക. നമ്മുടെ മനസ്സിലുള്ള അഴുക്കുകളും തെറ്റായ ധാരണകളും ഒക്കെ മാറ്റിയെടുത്ത് നമ്മളെ അതിന് തക്ക പ്രാപ്തരാക്കുക എന്നുള്ളതാണ് സമയത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ കുഴപ്പങ്ങളൊക്കെ അതിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നല്ലൊരു സമയം ആരംഭിച്ചിരിക്കുകയാണ്. 2 വർഷവും കുറച്ച് മാസങ്ങളിലേക്ക് നീളുന്ന ഒരു നല്ല സമയമാണ്. ഇടയ്ക്കൊക്കെ കുറച്ച് സ്ലോ ഡൗൺ വരുന്നുണ്ട്. ഇനി ഒരു 2 ചില്ലാനം വർഷങ്ങളിലേക്ക് നിങ്ങൾക്കൊരു പരീക്ഷണഘട്ടം വരുന്നില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഈ വർഷം രണ്ടാമത്തെ പകുതിയിൽ ചില സ്ലോ ഡൗൺ ഉണ്ട്. അതൊന്നും പരീക്ഷണഘട്ടങ്ങളല്ല, സ്ലോ ഡൗൺ മാത്രമാണ്. അല്ലാണ്ട് പരീക്ഷണഘട്ടങ്ങളിലേക്ക് പോകുന്നില്ല. ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ വരാം എന്നുള്ളതല്ലാതെ ഇവർക്ക് കുറേ കാലങ്ങളിലേക്ക് ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല എന്ന് മാത്രമല്ല. ഈ 2 വർഷം ഈ വരുന്ന 2 മാസങ്ങൾ, ഏപ്രിൽ, മെയ്, ജൂണിൻ്റെ കുറച്ച് ആഴ്ചകളും ജീവിതത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ മാസങ്ങളായിരിക്കും. വേണ്ടതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ ഈ മാസങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിന് വ്യക്തമായ അടിത്തറ ഉണ്ടാക്കി തരാൻ സാമ്പത്തികമായിട്ടും എല്ലാ രംഗത്തും കഴിയുമെന്ന് വളരെ മനസ്സിലാക്കി ഒരു ദിവസം പോലും പാഴാക്കാതെ പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങൾ ഈ മാസത്തോടുകൂടി നിങ്ങളുടെ വിജയവും നിങ്ങളുടെ പ്രശസ്തിയും പണവും അധികാരവും ഒക്കെ ആസ്വദിക്കാൻ തുടങ്ങുന്ന ഒരു നല്ല സമയത്തിലേക്കാണ് കടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ വളരെ നല്ല സമയത്തിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞു, ഒരു സംശയവുമില്ല. അഥവാ കടക്കാത്തവർക്കുണ്ടെങ്കിൽ ജാതകത്തിൽ എന്തെങ്കിലും കടുത്ത ദോഷങ്ങൾ നടക്കുന്ന സമയമായിരിക്കും. അതിനകത്ത് യഥാശക്തി പരിഹാരങ്ങൾ ജാതക പരിശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. തുലാം രാശിക്കാരെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പരിഹാരങ്ങളും ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും. സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി തിരുപ്പതി ബാലാജി പ്രാർത്ഥിക്കുക, കഴിയുമെങ്കിൽ തിരുപ്പതി ദർശനം നടത്തുക എന്നുള്ള മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഏതൊരു വ്യക്തി എത്ര നല്ല സമയമുണ്ടെങ്കിലും എത്ര മോശം സമയമാണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം കുലദേവത പ്രീതിയാണ്. കുലദൈവങ്ങൾക്ക് അർഹിക്കുന്ന ഒരു വീതം നൽകുക, അവരെ ദർശിക്കുക. അവർക്കിപ്പോൾ സർപ്പക്ഷേത്രമാണെങ്കിൽ അടിച്ചു നനച്ച് വൃത്തിയാക്കി നല്ലെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുക. അതുപോലെ തന്നെ പ്രസാദങ്ങൾ ഉണ്ടാക്കി സമർപ്പിക്കുക. അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. ധർമ്മദേവ ക്ഷേത്രങ്ങൾക്കും അവിടെയും ഇതുപോലെ തന്നെ ശുദ്ധിയാക്കി വേണ്ട ആചരണങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. കുലദേവതാ പ്രീതിയാണ് എപ്പോഴും നല്ല സമയത്തും ചീത്ത സമയത്തും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ആചരണം. അത് കൃത്യമായി ചെയ്തിരിക്കുക. നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക. അതൊക്കെ നമ്മുടെ കാർമ്മികമായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് വരുന്നതിനും നമ്മുടെ കർമ്മ ബാധ്യതകൾ കുറയുന്നതിനൊക്കെ സഹായിക്കും. അപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സമയം തന്നെയാണ്. പരിഹാരങ്ങളൊന്നും തന്നെ ഒട്ടും ആവശ്യമില്ലാത്തൊരു മാസമാണ് ഇവരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഒരു നല്ല കാലത്തിലേക്ക് കടക്കുന്നു. വളരെ നല്ലൊരു സമയം പടിവാതിൽ നിൽക്കുന്നു. അപ്പോൾ എല്ലാ ഐശ്വര്യം നിറഞ്ഞൊരു വിഷുവാണ് ഇവർ വരുന്നതെന്ന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫലങ്ങളും അതിൻ്റെ മറ്റു വിശദാംശങ്ങളും. നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ തുലാക്കൂറുകാർക്ക് എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ നിറഞ്ഞ ഒരു മാസം ആശംസിക്കുന്നു. ഒരു നല്ല കാലം ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.